ഓം വാസുദേവായ. ദശകം 6 ശ്ലോക 7. പൃഷ്ടം തു അധർമ്മ ഇഹ ദേവ മനഃ സുധാംശുഃ അവ്യക്തം ഏവ ഹൃദയാംബുജം അംബുജാക്ഷ കുക്ഷുഹി സമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഫഃ പ്രജാപതിഃ അസൗ വൃഷണൗ ച മിത്രഃ. പൃഷ്ടം പുറത്തുള്ള പുറംഭാഗം, തു ഭഗവാന്റെ, അധർമ്മ അധർമ്മങ്ങൾ, ഇഹ ഇവിടുത്തെ, ദേഹ വിഗ്രഹം, മനഃ മനസ്സ്, സുധാംശുഹു ചന്ദ്രഭഗവാൻ, അവ്യക്തം വ്യക്തമല്ലാത്തത്, ഏവ ആകുന്നു, ഹൃദയാംബുജം ഹൃദയമാകുന്ന താമര, അംബുജാക്ഷ ആ താമര കണ്ണുകൾ, കുക്ഷിഹി ഉദരം, സമുദ്രനിവഹ സമുദ്രങ്ങൾ, വസനം വസ്ത്രം, തു ആകുന്നു, സന്ധ്യേ പ്രഭാതം പ്രദോഷം എന്നീ ഭാഗങ്ങൾ, ശേഫഃ ലിംഗം, പ്രജാപതിഃ പ്രജാപതി ആകുന്നു, അസൗ ഭഗവാന്റെ, വൃഷണൗ വൃഷണങ്ങൾ, ച ആകുന്നു, മിത്രഃ മിത്രദേവൻ. പൃഷ്ടം ത്വധർമ്മ ഇഹ ദേവ മനഃസുധാംശുഃ അവ്യക്തം ഏവ ഹൃദയാംബുജ അംബുജാക്ഷഃ കുക്ഷിത് സമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഫഃ പ്രജാപതി രസൗ വൃഷണൗ ച മിത്രഃ. ഇവിടെ ഭഗവാന്റെ ഓരോ ഭാഗങ്ങൾ ഏതിനെ കുറിക്കുന്നു എന്നാണ് ഈ ദശകത്തിൽ പറയുന്നത്. അതായത് ഭഗവാന്റെ വിരാൾ സ്വരൂപ വർണ്ണനയാണ് നടക്കുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാന്റെ പുറത്തേയുള്ള ആ പുറം ഭാഗം, ഭഗവാന്റെ ആ ഒരു സ്ഥലത്തെ അധർമ്മത്തെയാണ് കുറിക്കുന്നത്. അതുപോലെ ഭഗവാന്റെ മനസ്സ് ചന്ദ്രനായിട്ടാണ് കുറിക്കുന്നത്. അതുപോലെ ഭഗവാന്റെ ആ ഒരു ഹൃദയമാകുന്ന ആ ഒരു താമര, അതിനെ ഭഗവാൻ ആ ഒരു താമര കണ്ണുകൊണ്ട് അതിനെ കുറിക്കുന്നു. അതായത് ഭഗവാന്റെ താമര കണ്ണാണ് നമ്മുടെ ഹൃദയത്തെ കുറിക്കുന്നത്. അതുപോലെ ഭഗവാന്റെ ഉദരം ആ ഒരു പ്രപഞ്ചത്തിലെ സമുദ്രങ്ങളെ കുറിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ വസ്ത്രങ്ങളാണ് ഭഗവാന്റെ ആ ഒരു പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രഭാതവും പ്രദോഷവും. അതുപോലെ ഭഗവാന്റെ ലിംഗത്തെ പ്രജാപതിയായിട്ടാണ് കുറിക്കുന്നത്. ഭഗവാനെ വൃഷങ്ങൾ ആ ഒരു മിത്രദേവനെയും കുറിക്കുന്നു. ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാന്റെ ഏതൊക്കെ ഭാഗങ്ങൾ പ്രപഞ്ചത്തിലെ ഏതൊക്കെ വസ്തുക്കളെ കുറിക്കുന്നു എന്നാണ് പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ.